എം മുകേഷ് MLA ടെലിഫോൺ ലൈനുണ്ട്. സർ അവിടെ ഉണ്ടല്ലേ? സംഭവ സ്ഥലത്തുണ്ട്, ശ്രീനഗറിലുണ്ടല്ലേ? എന്താ അവസ്ഥ? എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അല്ല, കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയഭേദകമായ കാഴ്ചകളാണ് രാവിലെ കണ്ടത്. അതായത് ഇന്നലെ നമ്മൾ സെക്യൂരിറ്റിയുടെ സഹായത്തോടുകൂടിയൊക്കെ നമ്മൾ ഇവിടെ വന്നു. സർക്യൂട്ട് ഹൗസ്, ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസിലാണ് താമസം. എല്ലാവരും MLA-മാരും ഫാമിലിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ട്. രാവിലെ ഞങ്ങള് മരിച്ച രാമേന്ദ്രന്റെ മകളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം അതിനുള്ള ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് അവരെ നേരിട്ട് പോയി കാണാനുള്ള ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഗ്രൗണ്ടിൽ ഈ ബോഡികളെല്ലാം വെച്ചിട്ടുണ്ട്, ഇത്രയും മരിച്ചവരുടെ എല്ലാവരുടെയും. അപ്പൊ ഞങ്ങള് MLA-മാര് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. MLA-മാര് നേരിട്ട് അവിടെ ചെന്നു. കേരളത്തിൽ നിന്നുള്ള MLA-മാരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഓഫീസർമാരൊക്കെ വളരെ പ്രോമിനൻസ് വന്നു. ഞങ്ങളവിടെ രാമേന്ദ്രന്റെ കോഫിന്റെ അടുത്ത് നിന്നു, ഹോമേജ് ചെയ്തു. അപ്പൊ അപ്പോഴത്തേക്ക് അമിത്ഷാ വന്നു, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നു. അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി വന്നു, ഗവർണർ വന്നു, KC വേണുഗോപാൽ വന്നു. അങ്ങനെ എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വന്നു. എല്ലാവരും റീത്തുമൊക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഷെഡിനകത്ത് നിൽക്കുന്ന മരിച്ചവരുടെ ആശ്രിതര്, അവരുടെ മക്കളും അമ്മയും ഭാര്യയും എല്ലാവരും തന്നെ ഇവരോട് പൊട്ടിക്കരഞ്ഞ് പ്രതികരിക്കുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. ഇത്രയും ഒരു പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്തോട്ട് എന്ത് അടിസ്ഥാനത്തിലാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പൊസിഷൻസിലേക്ക് നമുക്ക് അറിയാം. ഈ സ്കൂട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്നവരൊക്കെ പൊട്ടിത്തെറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനൊക്കെ നേതാക്കന്മാര് ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറയാനല്ലാതെ വേറൊന്നും നിവൃത്തിയില്ല. കുറെ സമയം നിന്ന് അവസാനം ബോക്സ് എല്ലാം എയർപോർട്ടിലോട്ട് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. രാമേന്ദ്രന്റെ ബോഡി നേരെ ഡൽഹിക്ക് പോയിട്ട് ഡൽഹിയിൽ നിന്ന് നേരെ കണക്ഷൻ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ ഇന്ന് തന്നെ എത്തും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നിങ്ങളുടെയൊക്കെ മടക്കം എന്നാണ് MLA? ഞങ്ങൾ ഇവിടെ നാളെ അങ്ങ് പഞ്ചാബിലേക്ക് പോവാണ്. അപ്പം കാശ്മീർ മാത്രമല്ല, ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയായിരുന്നു. അഷുറൻസ് കമ്മിറ്റിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, അത് കഴിഞ്ഞ് സിംല, ഡൽഹി 30-ാം തീയതി തിരിച്ചു വരുത്തുള്ളൂ. അപ്പൊ അവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ വ്യക്തമായിട്ട് അതിന്റെ ഞങ്ങളുടെ കുറെ പ്രോഗ്രാംസും ഞങ്ങൾ ഇവിടുത്തെ സ്പീക്കറെ കാണുന്ന പരിപാടിയും ഇവിടുത്തെ നിയമസഭയിൽ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൽക്കാലം ഇങ്ങനെ നാളെ പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് അവരെ അഡ്വൈസ് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ശരി. എം മുകേഷ് MLA അവിടെ ശ്രീനഗറിലുണ്ട്. നിയമസഭാ കമ്മിറ്റിയുടെ സന്ദർശനമായിരുന്നു, അതിൻ്റെ ഭാഗമായാണ് MLA-മാർ ഇവിടെ എത്തിയത്. ഇപ്പോൾ അവർ തിരിച്ച് നേരെ നാളെ പഞ്ചാബിലേക്ക് പോകും. സംഭവ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ ഈ മൃതദേഹങ്ങൾ കാണാനൊക്കെ അവരെത്തുകയും അവിടുത്തെ മലയാളികളുടെ കാര്യത്തിലൊക്കെ ചില ഇടപെടലൊക്കെ നടത്തുകയും ചെയ്തു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ദാരുണമായ സംഭവത്തിൻ്റെ ഞെട്ടൽ ഈ MLA-മാർക്കും മാറുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് അവരും ഇതിൽ വല്ലാതെ, കാരണം ഒരു സന്ദർശനം ഔദ്യോഗികമായ ചില കാര്യങ്ങളിൽ ഔദ്യോഗികമായ സന്ദർശനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ ഇത്തരത്തിൽ അവിടെ എത്തിച്ചേർന്നത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ഞെട്ടൽ എല്ലാവർക്കുമുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ അതിൽ കൃത്യമായ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ തരത്തിൽ ഇനി മുന്നോട്ട് പോവുകയും വേണം. സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സജിത്ത്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അവിടെ എത്തി, അദ്ദേഹം അല്പസമയത്തിനകം ഡൽഹിയിലേക്ക് മടങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്ത് പ്രധാനമാണ്. ഈ അയൽ രാജ്യത്തിൻ്റെ പങ്കാളിത്തം വെച്ചാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരം നീക്കങ്ങൾ സജീവമാണല്ലേ? രഞ്ജിത്ത് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഇതിന് പിന്നിൽ ആര് എന്ന് രാജ്യം ഒരു ഔദ്യോഗിക നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ശത്രു രാജ്യത്തെ മേൽ കുറ്റം ചാർത്തപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആ തെളിവുകൾ കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും. ഇവിടെയും അത് തന്നെ വേണ്ടിവരും. എന്തായാലും ആ തെളിവ് ശേഖരണം അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റു പുറത്തു വരുന്ന വാർത്തകൾക്കോ അപ്പുറമോ കൃത്യമായി തന്നെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോയിരിക്കാനാണ്
സാധ്യത. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും ആ നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒപ്പം അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലും ഇതുമായി മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, എത്ര കണ്ട് ആസൂത്രിതമായ നീക്കമാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയതാരാണ്, ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന സംഘടന തന്നെയാണോ, മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ രഞ്ജിത്ത്, ഈ കശ്മീരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഏറെ അക്രമ സംഗമങ്ങൾ, കലാപ സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരിടമാണ്. അവിടെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു അക്രമ സംഭവമാണ്, അനിഷ്ട സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാശ്മീർ പോയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പഴയ രീതിയിലേക്ക് അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ആർമിയുടെ ഇടപെടലുകളും അടക്കം ശക്തമാവുന്ന സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോകുമോ, അത്തരം ആലോചനകൾക്ക് കേന്ദ്ര സർക്കാർ നടത്തേണ്ടി വരുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും എല്ലാ സാധ്യതകളും വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാശ്മീർ ഇന്ത്യയുടെ ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഇത്തരം നീക്കങ്ങളൊന്നും ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കില്ല. എന്തായാലും ഇതിന് പിന്നിൽ എന്നൊരു തെളിവ് ശേഖരണം നടത്തും. ഒപ്പം ഈ തീവ്രവാദികളെ അവരെ കണ്ടെത്തുക, അവരെ അമർച്ച ചെയ്യുക, അതായിരിക്കും ഇപ്പോൾ ഉള്ള പ്രാമുഖ്യം. ആഭ്യന്തരമന്ത്രി സ്ഥലത്ത് സന്ദർശനം നടത്തി അല്പസമയം മുമ്പ് മടങ്ങി. അദ്ദേഹം അവിടെ എത്തിയ വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ടൂറിസ്റ്റുകളാൽ നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്നലെ പകൽ. പക്ഷേ ഇന്നലെ പിന്നീട് സംഭവിച്ചത് അങ്ങേ ഏറ്റവും വലിയ ദുരന്തമാണ്. ഇപ്പോൾ പൂർണ്ണമായി അവിടുന്ന് എല്ലാവരെയും ഒഴിപ്പിച്ച സ്ഥലമാണ്. അവിടെയാണിപ്പോൾ ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തിയിരിക്കുന്നത്. അതാണ്, ആഭ്യന്തരമന്ത്രി അവിടെ എത്തി സന്ദർശനം നടത്തി. ഇനി അദ്ദേഹം അവിടെ ഉദ്യോഗസ്ഥരുമായി മറ്റും സംസാരിക്കുന്നുണ്ട്. നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, സംശയമില്ല അക്കാര്യത്തിൽ. അതെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് താനും. കൃത്യമായി തന്നെ ചില തെളിവുകൾ നമ്മുടെ സംവിധാനത്തിന് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം നിൽക്കുന്ന രാജ്യത്തലവന്മാരെ ഈ തെളിവുകൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും പ്രധാനമാണ്. അതിനുശേഷം വേണം കടുത്ത നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാനും. അത് അയൽ രാജ്യങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ സൗഹൃദ രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളത് നിർണായകമാണ്. അതിനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയം, വിദേശ മന്ത്രാലയം അടക്കം ആരംഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതാനും മണിക്കൂറുകൾക്കകം ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായകമായ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നമ്മുടെ പ്രധാനപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിച്ച് അത് കൃത്യമായി തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിനും മറ്റും കൈമാറും. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും വേണ്ടത് ആക്ഷനാണ്, ഇനി വേണ്ടത് നടപടിയാണ്. എത്രയും വേഗം സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പൗരന്മാർ ഇരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം നിരവധി ഭീകരാക്രമണങ്ങൾ ഫേസ് ചെയ്യുകയും അതിനൊക്കെ ശക്തമായ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട് പലപ്പോഴും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇത്തവണയും ഉണ്ടാകും. അത് കുറച്ചുകൂടി ഇത്തവണ കടുപ്പിക്കാനുള്ള സാഹചര്യം. കാരണം നഷ്ടപ്പെട്ടത് 28ഓളം നിരപരാധികളുടെ ജീവനാണ്. ഒരു തരത്തിലും മറ്റു പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാത്ത വെക്കേഷൻ ആസ്വദിക്കാൻ മാത്രമായി വന്ന നിരപരാധികൾ, നിരായുധരായ ആളുകൾക്ക് നേരെയാണ് ഈ ഭീരുക്കൾ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതനുസരിച്ചുള്ള തിരിച്ചടി ഇത്തരക്കാർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഭീകരർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംവിധാനങ്ങളുടെ വലയിലാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉടൻ തന്നെ സംഭവിക്കും എന്നും പ്രതീക്ഷിക്കണം. ഏതായാലും അല്പസമയം കൂടി കാത്തിരിക്കണം. യോഗം അവസാനിച്ചതിന് ശേഷം ഒരു പ്രസ് റിലീസായെങ്കിലും ഒരു ബ്രീഫിംഗ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. മൂന്ന് ഭീകരരുടെ രേഖാചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അവർ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ എന്നാണ് വ്യക്തമാക്കുന്നത്. ഇവരുടെ രേഖാചിത്രം പുറത്തുവിട്ട് കഴിഞ്ഞു. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രാദേശികമായ പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അതും ഇത്തരത്തിൽ
കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്പസമയം മുമ്പാണ് ആഭ്യന്തരമന്ത്രി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഡൽഹിക്ക് പോകും. അവിടെയും ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കും. കാരണം ഇന്നലെ വൈകുന്നേരം ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ശ്രീനഗറിലെത്തുകയും ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇതിനകം പാകിസ്ഥാൻ വ്യക്തമാക്കി